ഇതാ ഈ വീഡിയോ കാണിച്ചു തരാം. ഇതെന്താ അറിയോ, ഇതന്നെ ഇവരുടെ കളി, ഈ സംഘീ ഭീകരന്മാരുടെ. കാരണം തെരുവിൽ കിടന്നിരുന്ന കുറേ തെണ്ടികളാണല്ലോ, അവരൊക്കെ കൂടി ഭരണത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണചക്രത്തിൻ്റെ മേലെ കയറിയിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. കുരങ്ങൻ്റെ കയ്യിൽ പുമാല കിട്ടിയ പോലെ ആയിരിക്കും. ഇപ്പോൾ പെട്രോൾ മൊത്തം വെള്ളം, പിന്നെ എത്തനോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, എത്തനോളും നല്ലത് ജസ്റ്റ് എന്തോ ഒരു സാധനം, കരിമ്പിൻ ജ്യൂസോ അങ്ങനെ എന്തോ ഒരു ജ്യൂസൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ മഴ ഒന്നും പെയ്യുന്നില്ലല്ലോ. കാരണം കേരളത്തിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ച് തന്നിരുന്നു. അപ്പോൾ സംഘികൾ പറഞ്ഞത് എന്താ അറിയോ, അത് കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ, പെട്രോൾ പമ്പിൻ്റെ പിന്നെ ഭൂമിയുടെ അടിയിലുള്ള പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ, അതിലേക്ക് വെള്ളം കയറിയതാണെന്ന് പറഞ്ഞു. വെള്ളം കയറിയതാണെന്ന്. അത് പറച്ചിൽ കേട്ടെന്താ തോന്നുന്നറിയോ, കേരളത്തിൽ മഴ പെയ്യാറേ ഇല്ലയെന്ന് തോന്നിപ്പോവും. കേരളത്തിൽ 4-5 മാസം മഴ പെയ്യും. എന്നിട്ട് എന്താണ് എല്ലാ പെട്രോൾ പമ്പിൻ്റെ അടിയിലും ടാങ്ക് ഉണ്ടല്ലോ, അതിലെന്താ വെള്ളം കയറാത്തത്? അങ്ങനെ അതാണെന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, കുഴപ്പമില്ല, സംഘികളല്ല, അവർ നുണ പറയില്ലല്ലോ. ഇതാ ഉത്തരേന്ത്യയിൽ മഴ പെയ്തിട്ടേ ഇല്ല, പെയ്തിട്ട് കാലം കുറേ ഭയങ്കര ചൂടാണ്. അവിടുത്തെ പെട്രോളിൻ്റെ കോലം കണ്ടു നോക്കിയേ, എന്താ കണ്ണ്. पेट्रोल पंप को नाम बता दे। पुराना पेट्रोल पंप है भाई साहब, आज सुबह मैंने पेट्रोल पंप पर ये मोटर बाइक में फुल टंकी करवाई थी, तो अचानक बंद हो गई। तो एक मैकेनिक के पास गया था और उसने निकाल के दिखाया मेरे को, तो बोला इसमें तो पानी है। देखो पानी कितना है, कितना पेट्रोल है। ये हर साधन की यही समस्या है भाई साहब। ये देखो कितने साधन, कितनी बाइक है, कितना कुछ खड़ा है। देखो पेट्रोल पंप को नाम बता दे। पुराना पेट्रोल पंप है भाई साहब, आज सुबह। ഇത് E20 അല്ല, ഇത് W80 ആണ്. W എന്ന് പറഞ്ഞാൽ വാട്ടർ 80%, 20% എന്തോ ഒരു സാധനം, പെട്രോൾ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ആ ട്രക്കൊക്കെ കേടായി കിടക്കുക. എവിടെ കാണിച്ചാലും ട്രക്ക് കാറൊക്കെ കേടായി കിടക്കുകയാണ്. കാരണം അതിലേക്ക് ഒഴിക്കുന്ന സാധനമല്ലേ, ഇതെല്ലാം കിട്ടുള്ളൂ. കാരണം നിർബന്ധിച്ച് 150 കോടി ജനങ്ങളെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ 150 കോടി ജനങ്ങൾക്ക് ഇങ്ങനത്തെ കച്ചറ സാധനം കൊടുത്തിട്ട് 100 രൂപ 150 രൂപ ലിറ്ററിന് വാങ്ങിയാൽ എത്ര കോടി ഉണ്ടാക്കുന്നതാണ് ചിന്തിച്ച് നോക്കണം. പെട്രോൾ കൊടുത്തിരുന്നതല്ലോ, പെട്രോൾ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അത് അതുമല്ലല്ലോ. അങ്ങനെ 150 കോടി ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാണ്. ഈ തെരുവിൽ കിടന്ന് ഗുണ്ടായുസം കളിച്ച് ജനങ്ങളൊക്കെ കൊന്നൊടുക്കി പോക്കറ്റടിച്ച് നടന്നിരുന്ന കുറേ തെരുവ് തെണ്ടികൾ. അവർ ഭരിച്ച എങ്ങനെ തന്നെ ഉണ്ടാവുക. പിന്നെ ഇന്ത്യയിൽ മൊത്തം കലാപം ഉണ്ടാവുള്ളൂ, കലാപത്തിനുള്ള മനോഭാവം ഉണ്ടാവും, കലാപം ഉണ്ടാക്കാനുള്ള പിന്നെ സഹായങ്ങൾ വരെ സർക്കാർ ചെയ്തു കൊടുക്കുക. അതാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. എവിടെ നോക്കിയാലും ഭീകരവാദികളെയും വർഗീയവാദികളെയും ഇങ്ങോട്ട് അയച്ചുവിട്ടിരിക്കുകയാണ്. എന്താ ചെയ്തു, നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു എക്സ് മുസ്ലിമിനെ പിടിച്ച്, കുട്ടീനെ പിടിപ്പിച്ചിട്ട്, എൻ്റെ വീട്ടിൽ ഞട്ടിട്ടുണ്ടായിരുന്നു, മിനിഞ്ഞാന്നാ തോന്നുന്നുണ്ട്. ഒരു എക്സ് മുസ്ലിമാണ്. ഒരു കുട്ടിനെ പിടിച്ച് കഴിഞ്ഞാൽ പോക്സോ കേസാണ്, പിന്നെ പുറത്തേക്കൊന്നും വരില്ല, 10 കൊല്ലം ജയിലിൽ കിടക്കണം. അയാളിനെ 2 മാസം കൊണ്ട് വെറുതെ വിട്ട്. എന്താ പ്രശ്നം എന്നറിയോ, അയാൾ ഇസ്ലാമിനെ എതിർക്കും, മുസ്ലിങ്ങളെ അവഹേളിക്കുമെന്നുള്ള ഒരൊറ്റ കഴിവ് മൂപ്പർക്കുണ്ട്. ആ കഴിവിൻ്റെ പുറത്ത് ആ കുട്ടിനെ പിടിപ്പിച്ച് വിട്ടിട്ട് മൂപ്പരനെ പിന്നെ ജാമ്യത്തിൽ നിന്ന് പറഞ്ഞ് പുറത്ത് വിട്ടിരിക്കുകയാണ്. പുറത്ത് വിട്ടപ്പോൾ ഹിന്ദുത്വ സംഘടനകൾ വന്നിട്ട് അയാളെ ഹാരാർപ്പണം നടത്തുകയാണ്, കുട്ടിനെ പിടിപ്പിച്ച ആളിനെ. അപ്പോൾ അങ്ങനത്തെ അതിലൊക്കെ പ്രോത്സാഹനം ചെയ്യുന്ന ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.